ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് റൂൾ റിഗാർഡിംഗ് ഇമ്പാരറ്റീവ് സെന്റൻസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടും ലേറ്റ് ആക്കാതെ വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പം റൂൾസ് റിഗാർഡിംഗ് ഇമ്പാരറ്റീവ് സെന്റൻസ്, അതായത് ഇമ്പാരറ്റീവ് സെന്റൻസിന്റെ റൂൾസ് നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. വൈൽ റിപ്പോർട്ടിംഗ് റിക്വസ്റ്റ് ഓർ while reporting requests or commands, we usually use the reporting verb order, command, ask, request, advise, begged, etc. അതായത് നമ്മളിപ്പം റൂൾസ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വൈൽ റിപ്പോർട്ടിംഗ് റിക്വസ്റ്റ് ഒക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ റിക്വസ്റ്റ് ചെയ്യുക, ഒരാൾ നമ്മൾ കെയിൻ അപേക്ഷിക്കുക, അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കമാൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ പറയുമ്പോഴും വി യൂഷ്വലി യൂസ് ദി റിപ്പോർട്ടിംഗ് വെർബ്. നമ്മൾ അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബാണ് യൂസ് ചെയ്യുന്നത്. ഓർഡേർഡ്, കമാൻഡ്, ആസ്ക്, റിക്വസ്റ്റ്, അഡ്വൈസ്, ബെഗ്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് വെർബാണ്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ബാബു സെഡ് പ്ലീസ് ഗിവ് മീ ബുക്ക്. അപ്പൊ അതിലൊരു കമാൻഡ് ഒക്കെ വരുന്നുണ്ട്. ബാബു സെഡ് എന്ന് വെച്ചാൽ ബാബു പറഞ്ഞു ദയവായി എനിക്ക് ആ പുസ്തകം ഒന്ന് തരുമോ എന്നുള്ള രീതിയിൽ ഒരാൾ പറഞ്ഞു എന്നുള്ള കമാൻഡ് ഇവിടെ വരുന്നുണ്ട്. രണ്ടാമത്തെ ബാബു റിക്വസ്റ്റഡ് ടു ഗീവ് ഹിം ദി ബുക്ക്. ബാബു റിക്വസ്റ്റ് ചെയ്തു, ഓക്കെ, ആ ബുക്ക് ഒന്ന് തിരിച്ചു കൊടുക്കാനായിട്ട് ബാബു റിക്വസ്റ്റ് ചെയ്തു. അതുകൊണ്ട് റിക്വസ്റ്റിന്റെ ഒരു ഫീലിൽ കേൻ അപേക്ഷിക്കുന്നുണ്ട്. പിന്നെ ദ ചീഫ് സെഡ് ഷൂട്ട് ഹിം. ചീഫ് പറഞ്ഞു, ചീഫ് എന്ന് വെച്ചാൽ മെയിൻ ഒരാൾ പറഞ്ഞു അവന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. ചീഫ് ഓർഡർ ടു ഷൂട്ട് ഹിം. ചീഫ് എന്നിട്ട് ഓർഡർ ചെയ്യാണ്, നീ അവനെ ഇപ്പൊ ഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്യത്തില്ല, അതുപോലെ ഓർഡർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് ദ വെർബ് എക്സ്പ്രസിംഗ് റിക്വസ്റ്റ് ഓർ കമാൻഡ്സ് ഈസ് ചേഞ്ച് ഇൻ ടു ആൻ ഇൻഫൈനൈറ്റ് വിത്ത് ടു. അതായത് വെർബ് വന്നിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ എക്സ്പ്രസ് റിക്വസ്റ്റോ അല്ലെങ്കിൽ കമാൻഡോ ചെയ്യുമ്പോഴത്തേക്കും അത് മാറുന്നത് ഇൻടു ഇൻഫൈനൈറ്റ് വിത്ത് ടു. ഇൻഫൈനൈറ്റ് ഒരു വേർഡിനും ടൂലോട്ടാണ് മാറുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ദ പോലീസ് ഇൻസ്പെക്ടർ സെഡ് ക്യാച്ച് ദ തീഫ്. അതായത് പോലീസ് ഇൻസ്പെക്ടർ പറഞ്ഞു ആ തീഫിനെ ഒന്ന് പിടിക്കാനായിട്ട് പറഞ്ഞു. ദ പോലീസ് ഇൻസ്പെക്ടർ ഓർഡർ ടു ക്യാച്ച് ദ തീഫ്. ആ പോലീസ് ഇൻസ്പെക്ടറിന്റെ ഓർഡർ ഇട്ടു, നീ ആ തീഫിനെ ഇപ്പൊ തന്നെ പിടിക്കണം എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഇൻ ദി കേസ് ഓഫ് നെഗറ്റീവ് റിക്വസ്റ്റ് ആൻഡ് കമാൻഡ്സ് ഡു ഈസ് റീപ്ലേസ് ബൈ നോട്ട്. അതായത് ഇൻ കേസ് ഓഫ് നെഗറ്റീവ് റിക്വസ്റ്റും കമാൻഡും നെഗറ്റീവ് ആയിട്ടുള്ള റിക്വസ്റ്റോ കമാൻഡോ വരുവാണെങ്കിൽ നമ്മൾ ആ ഡു വരുന്നതിന് പകരം റീപ്ലേസ് ചെയ്തിട്ട് നോട്ട് ആക്കും, ബൈ നോട്ട് ആക്കും. ഓക്കെ, നോക്കാം. ദ മദർ സെഡ് ഡോണ്ട് ഗെറ്റ് ഔട്ട് ഇൻ ദി റെയിൻ. അപ്പൊ അമ്മ പറഞ്ഞു മഴയത്ത് പുറത്തു പോകണ്ടാന്ന്. അപ്പൊ അത് നോട്ട് വരുന്നുണ്ട്. ദ മദർ ആസ് നോട്ട് ടു ഗെറ്റ് ഔട്ട് ഇൻ ദി റെയിൻ. അപ്പൊ മദർ ചോദിച്ചു എന്തുവാ മഴയത്ത് പുറത്തു പോകണ്ടാന്ന്. അപ്പൊ അത് നോട്ട് വരുന്നുണ്ട്. ഡു ചെയ്യുന്നതെന്ന് പറയും ചെയ്യണ്ട എന്ന രീതിയിൽ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. വൈൽ ചേഞ്ചിങ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച് പൊളൈറ്റ് വേർഡ്സ് ലൈക്ക് പ്ലീസ് ആൻഡ് കൈൻഡ്ലി ആർ ടു ബി അവോയ്ഡ്. അപ്പൊ നമ്മൾ വൈൽ ചേഞ്ചിങ് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ അതിൽ വരുന്നത് വേർഡ്സ് ലൈക്ക് പ്ലീസ്, കൈൻഡ്ലി, ആർ ടു ബി അവോയ്ഡ്. പ്ലീസും കൈൻഡും ഒക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ്. പിന്നെ എക്സാമ്പിൾ ദ മാനേജർ സെഡ് പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ആ മാനേജർ പറയാണ് ദയവായി നിങ്ങൾ ആ സ്ഥലത്ത് ഇരിക്കൂ. പിന്നെ ദ മാനേജർ ആസ് മീ ടു ടേക്ക് മൈ സീറ്റ്. മാനേജർ പറയുന്നു നീ എന്റെ സ്ഥലം എടുത്തോളൂ. പിന്നെ അടുത്തത് റൂൾ ഓഫ് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് വരുമ്പോഴത്തേക്കും എങ്ങനെയാ വരുന്നത് നോക്കാം. ആസ്ഡ്, എൻക്വയർഡ്, എക്സെട്ര ആർ ദ റിപ്പോർട്ടഡ് വെർബ്സിൽ വരുമ്പോൾ നമ്മൾ ആസ്ഡ്, എൻക്വയർഡ് ഇത് രണ്ടുമാണ് വരുന്നത്. ദേ ആർ കോമൺലി യൂസ്ഡ് ഫോർ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആസ്ഡ്, എൻക്വയർഡ് എന്ന വാക്ക് വെച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ നോക്കാണ്. സജിത ആസ്ഡ് വിച്ച് വേ ഡിഡ് സുനിൽ ഗോ. ഇപ്പൊ സജിത ചോദിക്കാണ് സുനിൽ ഏത് വഴി കൂടിയാണ് പോയത്. സജിത എൻക്വയർഡ് ആസ് ടു വിച്ച് വേ സുനിൽ വെൻ. സജിത വന്നിട്ട് എൻക്വയർ ചെയ്യാണ് സുനിൽ ഏത് വഴി കൂടിയാ പോയത്. നമ്മൾ എൻക്വയർ ചെയ്യും ചോദിക്കും, രണ്ട് രീതിയിലും വരും. അതാണ് ഇപ്പോൾ വന്നത്. ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഇൻറ്റോഗ്രേറ്റീവ് വേർഡ്, അതായത് ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, ഇനോഗ്രേറ്റീവ് സെന്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണെങ്കിൽ, നോട്ട് ചെയ്തില്ലെങ്കിൽ ദ റിപ്പോർട്ടിംഗ് വെർബ് ഇറ്റ് ജനറലി ഫോളോഡ് ബൈ ഇഫ് ഓർ വെദർ. റിപ്പോർട്ടിംഗ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ
റിപ്പോർട്ടിംഗ് വെർബ് വന്നിട്ട് ജനറലി ഫോളോ ചെയ്യുന്നത് ഇഫ് ഫോർ വെദർ വെച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഗിരീഷ് ആസ്ക്ഡ് ഹിസ് ബ്രദർ ആർ യു റെഡി. ഗിരീഷ് ചോദിച്ചു അവന്റെ സഹോദരനോട് നീ റെഡിയാണോ എന്ന്. ഗിരീഷ് ആസ്ക്ഡ് ഹിസ് ബ്രദർ ഇഫ് ദേ വാസ് റെഡി. ഗിരീഷ് അവന്റെ ബ്രദറിനോട് ചോദിച്ചു അവരെല്ലാം റെഡിയാണോ അങ്ങനെ. സുമൻ ആസ്ക്ഡ് ഇറ്റ് ബ്ലാക്ക് ഓർ വൈറ്റ്. സുമൻ ചോദിക്കുവാണ് ഇത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന്. സുമൻ ആസ്ക്ഡ് വെദർ ഇറ്റ് വാസ് ബ്ലാക്ക് ഓർ വൈറ്റ്. സുമൻ ചോദിച്ചു ചിലപ്പോൾ അത് ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്ന രീതിയിൽ. ഓക്കെ, പിന്നെ അടുത്തത് റൂൾ ഓഫ് റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എക്സ്ക്ലമേറ്ററി സെന്റൻസിലെ റൂൾസ് എങ്ങനെയാ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ടിംഗ് വെർബ് ലൈക്ക് വണ്ടേർഡ്, എക്സ്ക്ലമേഡ്, സർപ്രൈസ്ഡ് എക്സെട്ര. അതായത് റിപ്പോർട്ടിംഗ് വെർബിൽ വരുമ്പോൾ നമ്മൾ വണ്ടേർഡ് വണ്ടർ അടിച്ച് നിൽക്കുന്നു, അതും എക്സ്ക്ലമേഡ് പിന്നെ സർപ്രൈസ്ഡ് പോലെ ഇരിക്കുമ്പോൾ എക്സെട്ര, അതൊക്കെ ആർ യൂസ്ഡ് വൈൽ റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേറ്ററി സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ബോയ് സെഡ് വാട്ട് എ വണ്ടർഫുൾ ഡേ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇത് എത്ര മനോഹരമായിട്ടുള്ളൊരു ദിവസമാണ്. ദ ബോയ് എക്സ്ക്ലമേഡ് ദാറ്റ് ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഡേ. ബോയ് വന്നിട്ട് എക്സ്ക്ലമേഡ് ചെയ്ത് എത്ര മനോഹരമായ ഒരു ദിവസമാണ്. പിന്നെ ഇഫ് ദേർ ആർ ഇന്റർജെൻഷൻ ലൈക്ക് ഓ ആൾ they are to be replaced by expressions like with joy, with sorrow, etc. ഇപ്പൊ ഇങ്ങനത്തെ വേർഡ് ഇന്റർജെക്ഷൻ ഇതുപോലത്തെ വേർഡ് വരാണ്. ഓ ദേ അതെല്ലാം വന്നിട്ട് റീപ്ലേസ് ചെയ്യുന്നത് ബൈ എക്സ്പ്രഷൻസിലൂടെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. ലൈക്ക് വിത്ത് ജോയ്, വിത്ത് സോറോ, അതായത് സന്തോഷം ഉണ്ടാവും സങ്കടം ഉണ്ടാവും. അപ്പൊ അതുപോലത്തെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ദ ബോയ് ക്രൈഡ് ഓ വി ഹാവ് വൺ. ആ ബോയ് ആ കുട്ടി കരഞ്ഞു നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞു. ദ ബോയ് ക്രൈഡ് വിത്ത് ജോയ് ദാറ്റ് ദേ ഹാഡ് വൺ. ബോയ് ക്രൈഡ് വിത്ത് സന്തോഷത്തോടെ കരഞ്ഞു അവര് ജയിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടെ കരഞ്ഞു. പിന്നെ ദ കൺജക്ഷൻ ദാറ്റ് യൂസ്ഡ് ഷുഡ് ബി യൂസ്ഡ് ആഫ്റ്റർ ദി റിപ്പോർട്ടിംഗ് വെർബ്. കൺജക്ഷൻ വന്നിട്ട് യൂസ് ചെയ്യുന്നത് റിപ്പോർട്ടിംഗ് വെർബിന് മുന്നെയാണ്. ദ മാൻ സെഡ് ഈസ് ഡെഡ്. അവൻ മരിച്ചുപോയി എന്ന് നമ്മൾ പറയത്തില്ല അത്. ദ മാൻ ക്രൈഡ് വിത്ത് സാറോ ദാറ്റ് ഹി വാസ് ഡെഡ്. മാൻ സാറോ വിഷമത്തോടെ കരഞ്ഞു. സാഡ് ആയിട്ട് കരഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ നോക്കിയ റൂൾസ് ഓഫ് റിപ്പോർട്ടിംഗ്. ഇതിന്റെ നമ്മൾ നോക്കിയ റൂൾസ് ഓഫ് റിപ്പോർട്ടിംഗ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇതൊക്കെയാണ് ഇതിന്റെ റൂൾസ് ഒക്കെ വരുന്നത്. സോ അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ എൻ്റെ സോഷ്യൽ മീഡിയ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അതിൽ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ വിളിച്ചാൽ മാത്രം മതി. അപ്പം ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പോൾ പറയുന്നതായിരിക്കും. ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത ക്ലാസ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.